സ്മൃതി പരുത്തിക്കാട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തേക്കുന്നത്? താൻ എന്തിനാണ് കൂടി ഇരിക്കുന്നത്? ഒരു MLA എന്നുള്ള ഒരു സ്ഥലം മന്ത്രിയും വന്നിട്ടില്ല ഇവിടെ. ഇതിങ്ങനെ ഇത്ര സംഭവിച്ചിട്ട് രഘുവരൻ, ഇന്നുണ്ടായ സംഭവങ്ങൾ ഇതൊരു വർഷങ്ങളായുള്ള തുടർച്ചയാണ്. കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി എന്നിടത്താണ് ഈ വർഷം ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. ഇതിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി? ഇതിന് കുറ്റവാളി സത്യത്തിൽ നമ്മളൊക്കെ തന്നെയാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥ തലത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെയോ നമ്മൾ കുറ്റം പറയുന്നതിന് പകരം നമ്മളാകമാനം നമ്മൾ സ്വയം ചിന്തിക്കുക. നമ്മൾ ആ പരിസ്ഥിതിക്ക് വേണ്ടി അല്ലെങ്കിൽ പെരിയാറിന് വേണ്ടി അല്ലെങ്കിൽ പെരിയാർ നശിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഓരോ നദിയും നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്വയം ചോദിക്കുക എന്നാണ് ആദ്യം വേണ്ടത്. ആദ്യം ഒരു കുറ്റപ്പെടുത്തലുകളിലേക്ക് പോവുകയല്ല വേണ്ടത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ലോക ജൈവ വൈവിധ്യ ദിനമാണിന്ന്. നമ്മൾ ലോകം മുഴുവൻ ആചരിക്കുകയാണ്. ബി ദ പാർട്ട് ഓഫ് ദ പ്ലാൻ. ബി ദ പാർട്ട് ഓഫ് ദ പ്ലാൻ. നമുക്ക് എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. അതായത് ലോകത്തെ അങ്ങ് നന്നാക്കി കളയുക എന്നുള്ള പല തരത്തിലുള്ള പ്ലാനുകൾ ലോകത്ത് മുഴുവൻ നമ്മൾ വിവിധ കൺവെൻഷൻസായും വിവിധ സമ്മേളനങ്ങളായിട്ടും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്ലാൻ്റെ ഭാഗമായിട്ട് ജൈവ വൈവിധ്യത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ലോക ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത്. ആ ഒരു ദിവസം തന്നെ ഇങ്ങനെ ഒരു വലിയ ഒരു സംഭവം, അതായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ 44ഓളം നദികൾ ഉള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അത്രയും പ്രകൃതി വിഭവങ്ങളുള്ളൊരു നമ്മുടെ കേരളത്തിൽ പെരിയാർ പോലെയുള്ള അത്രയും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു നദിയെ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറികൾ, നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ആണല്ലോ വേണ്ടത്. അപ്പം അത്തരം നമ്മുടെ ഫാക്ടറികളിൽ നിന്നുള്ള എഫ്ലുവൻ്റ് കൊണ്ട്, അല്ലെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പം നമ്മൾ ചൂണ്ടിക്കാണിക്കാം. മറ്റ് കാരണങ്ങൾ പലതുമുണ്ട്. എഫ്ലുവൻസിൻ്റെ രാസമാലിന്യങ്ങൾ കലർന്ന പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ എടുത്ത് കാണിക്കപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ബണ്ട് നിർമ്മാണം, അല്ലെങ്കിൽ ബണ്ടിൽ നിന്നും ആ പാതാളത്തുള്ള ബണ്ടിൽ നിന്നും നമ്മൾ പെട്ടെന്ന് ഒഴുക്കി വിട്ടതുകൊണ്ടുള്ള പെട്ടെന്നുണ്ടായ ആ pHൻ്റെയും ടെമ്പറേച്ചർ, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ടെമ്പറേച്ചറിൻ്റെയൊക്കെ ചേഞ്ചസ് കൊണ്ടൊക്കെയാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഇതിന് ഉത്തരവാദികൾ ആര് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ഫാക്ടറികളിൽ നിന്ന് തീർച്ചയായും പുറത്തേക്ക് അല്ലെങ്കിൽ പെരിയാറിലേക്ക് നമ്മൾ ഒഴുക്കി വിടുന്ന സോഡിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, പിന്നെ മറ്റ് മെർക്കുറി, ലെഡ് പോലെയുള്ള മാരകമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ, ഹെവി മെറ്റൽസ്, ഇതൊക്കെ തന്നെ നമ്മൾ ഒഴുക്കി വിടുകയാണ് ചെയ്തത്. ശരിക്കും ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. സത്യത്തിൽ ഇന്നലെയോ സംഭവിച്ച ഒരു സംഭവമല്ല. ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഫാക്ടറികളിൽ എന്തുകൊണ്ടും സ്വാഭാവികമായിട്ടും വേസ്റ്റ് അല്ലെങ്കിൽ ലീച്ചേറ്റ് അല്ലെങ്കിൽ വേസ്റ്റ് മലിനമായിട്ടുള്ള അതിൻ്റെ വേസ്റ്റ് ഉണ്ടാകപ്പെടുമെന്നും അത് സംസ്കരിക്കപ്പെടണമെന്നും അത് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണമെന്നും ഒക്കെ നമുക്കറിയാം. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ട് അതിപ്പോൾ സംഭവിച്ചു എന്നത് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇതിനു മുമ്പും ഇത് ഒഴുക്കി വിട്ടിരുന്നു. എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നതാണ്. സമ്മറിൽ അത് വളരെ എന്താ പറയുക, അത് ടാങ്കുകളിലോ മറ്റോ ശേഖരിച്ച് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെയുള്ള റെയിനി സീസണിൽ അത് ഒഴുക്കി വിടുമ്പോൾ അത് ഡൈല്യൂട്ടഡ് ആയിട്ട് ഒഴുകി കടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു ഒഴുക്ക് നടക്കാതെ വരികയും അത് അക്യുമുലേറ്റ് ചെയ്യുകയും അത് മീനുകളെ പെട്ടെന്ന് ഒരു വളരെ എന്താ പറയുക പെട്ടെന്ന് ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ pH ഈ സമാനമായ സംഭവം കഴിഞ്ഞ ജൂണിലും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിലും ഈ തരത്തിൽ പെരിയാറിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം വന്നു. ഏത് കമ്പനിയിൽ നിന്നാണ് എന്ന പരിശോധന നടന്നു. എന്ത് നടപടിയുണ്ടായി? ഇത് എല്ലാ വർഷവും ഇത് തുടരുകയാണ്. ഇത്തവണ ഇത്രയും അധികം മീനുകൾ നശിക്കുന്നു. സമീപത്തുള്ള ഫാമുകളിലെ ബണ്ടുകളിലും സൂക്ഷിച്ച മീനടക്കം നശിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നിലേക്ക് ചീഞ്ഞ മത്സ്യമെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എല്ലാ വർഷവും തുടരുന്ന ഈ നടപടികൾക്ക് കൃത്യമായ ഉത്തരം പറയേണ്ടവർ പറയുന്നുണ്ടോ? അതിന്മേൽ ഏതെങ്കിലും ഫാക്ടറിക്കെതിരെ നടപടി ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്ത് നടപടിയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടത് തീർച്ചയായും ഞാനല്ല.
ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു എൻവയോൺമെൻറ്റലിസ്റ്റാണ്. അതിനപ്പുറം എനിക്ക് എന്ത് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായതെന്ന് പറയാൻ ഞാൻ ആളല്ല. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടികൾ ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയും സംഭവിക്കുന്നത്. ഇനി ഉണ്ടാകുന്ന ഇപ്പോൾ മെയ്യിൽ സംഭവിച്ചു അല്ലെങ്കിൽ ഇതിനു മുമ്പ് മാർച്ചിൽ സംഭവിച്ചു എന്ന് താങ്കൾ പറഞ്ഞു, ഇന്നും സംഭവിക്കും. ഒരുപക്ഷെ ഇതിനു മുമ്പ് 98 ഇതിനേക്കാൾ വലിയ ഒരുപക്ഷെ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഈ പെരിയാറിൽ തന്നെ സംഭവിച്ചിരുന്നു. അതിനുശേഷം 2022 ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം ഒരു ഫാക്ടറികളിൽ നിന്നും ഈവൻ അത് എന്താ പറയുക, അത് ട്രീറ്റ് ചെയ്ത ജലം പോലും ഇതിലേക്ക് ജലാശയങ്ങളിലേക്ക് വാട്ടർ ബോഡീസിലേക്ക് നമ്മൾ കടത്തിവിടരുതെന്നുള്ള കർശന നിയമം വന്നു. അതായത് മെയ് 27 2022 മെയ് 27 ആ ഒരു നിയമം വന്നത്. ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു നിയമമാണ് വന്നത്. ഇപ്പോൾ 2022 ശേഷം ഇപ്പോൾ 2023 ആയി. അതിനുശേഷം 2024 27 ആണെങ്കിൽ ഇനി വെറും 5 ദിവസം കൊണ്ട് ബാക്കി നിൽക്കുകയാണ്. എന്ത് തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും അത് എന്താണ് അതിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിലാണ് അത് പരിശോധിക്കപ്പെടുന്നത്. പക്ഷേ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനാസ്ഥ മാത്രമല്ല, ഈ തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ള പരാതി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം 20ഓളം കമ്പനികൾ ഈ തരത്തിൽ രാസമാലിന്യങ്ങൾ ഇവിടേക്ക് ഒഴുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ സംവിധാനത്തിൽ തന്നെ ഈ രാസമാലിന്യങ്ങൾ നശിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകുന്നുമില്ല. ഇത് പെരിയാറിലേക്ക് നിർബാധം ഒഴുക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവാദിത്തത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഒരു ഓതറൈസ്ഡ് അതോറിറ്റി എന്നുള്ളതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്നും അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ്, അത് മുഴുവനായിട്ടും എന്താ പറയുക അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ട്രീറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് മാത്രം വിടുക എന്നുള്ള ഒരു നിയമമുണ്ട്. അതായത് വാട്ടർ ട്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് മാറിയതിന് ശേഷം ആ വെള്ളം കടത്തിവിടാം. അത് കുറച്ച് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇതുപോലുള്ള ജലാശയങ്ങളിൽ ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മളിപ്പം കൃത്യമായിട്ട് പ്രാക്ടിക്കലി നമ്മൾ നോക്കിക്കണ്ടാൽ അറിയാം, എല്ലായിടത്തും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ പ്ലാന്റ്സിനോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് അവിടെ ഉണ്ടാകുന്ന മുഴുവൻ വേസ്റ്റും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഉള്ളതല്ല എന്നുള്ളതാണ് എന്താ പറയുക വളരെ 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 വസ്തുതാപരമായിട്ടൊരു കാര്യം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ട്രീറ്റ് ചെയ്യാത്ത ഇപ്പോൾ ഇന്ന് തന്നെ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. കാരണം ട്രീറ്റ് ചെയ്ത വാട്ടർ ഒരു തുള്ളി പോലെ ജലാശയങ്ങളിലേക്ക് വഴിയുകയും മറ്റുള്ള ട്രീറ്റ് ചെയ്യാത്ത അതിനോടൊന്ന് പാരലായിട്ട് മറ്റൊരു വഴികളിലൂടെ ഈ ട്രീറ്റ് ചെയ്യാത്ത വെള്ളം അത് ആസച്ച് ഈ വളരെ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് കെമിക്കൽസ് അടങ്ങിയ വെള്ളം ഡയറക്റ്റായിട്ട് വാട്ടർ ബോഡീസിൽ വരുന്ന ഒരു ചിത്രവും കൂടെ അത് അവിടെ പങ്കുവയ്ക്കുകയുണ്ടായി ഏതൊരു ചാനൽ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയാലും നിയമം കൃത്യമായിട്ട് പാലിക്കപ്പെടാണ്. ഇപ്പോൾ ഹരിത ട്രിബ്യൂണലിൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ സൂചിപ്പിച്ചു, അത് തന്നെ ഒരു മെയിൻ എക്സാമ്പിളാണ്. കാരണം നടപ്പിലാക്കേണ്ട ഒരു വർഷം കഴിഞ്ഞിട്ട് നടപ്പിലാക്കിയിട്ടില്ല. അതിനുശേഷം രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നത് 5 ദിവസം കൂടെ ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു വലിയൊരു ഒരു അപകടം സംഭവിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് നമ്മൾ നിയമം നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ എൻവയോൺമെൻറ്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പ്രകൃതി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമങ്ങൾ വളരെ 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 ദുർബലമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം നമുക്ക് പ്രകൃതി എല്ലാം നൽകുന്നുണ്ട്. അപ്പം പ്രകൃതിയെ സംബന്ധിച്ച് പ്രകൃതി ഇങ്ങനെയുള്ള ഇപ്പോഴും ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മളെ കുറച്ച് ആൾക്കാരെ മാത്രം പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ മാത്രം ബാധിക്കുന്നൊരു പ്രശ്നമാണ്. 5-6 ദിവസം കഴിയുമ്പോൾ ഒരുപക്ഷെ ആ പ്രശ്നം നല്ലൊരു മഴ വന്ന് അത് ഒഴുക്കിക്കൊണ്ട് കടലിലേക്ക് പോകും. പിന്നെ ബാക്കി കടലിലുള്ള ജീവികൾ അനുഭവിച്ചാൽ മതി, നമുക്ക് അത് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വന്നു പോകുന്നു എന്നുള്ള രീതിയിൽ അപ്പുറം നമ്മൾ ആ ഒരു പ്രശ്നത്തെ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമം നമ്മളിൽ ഉണ്ടാകാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ ദുരന്തങ്ങൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കാമോ? ശ്രീ പുരുഷനേരുൾ കേൾക്കാമോ? തീർച്ചയായിട്ടും കേൾക്കാം. താങ്കൾ ഈ പെരിയാറുമായി ബന്ധപ്പെട്ട പെരിയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് എത്ര വർഷം പഴക്കമുണ്ട്? താങ്കൾ അടക്കമുള്ളവർ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങളായിരിക്കുന്നു. കാര്യങ്ങളിൽ ഒരു മാറ്റവുമില്ല, കൂടുതൽ ഗുരുതരമാകുന്നു എന്നതിൻ്റെ ഉദാഹരണമല്ല ഇപ്പോൾ ഇന്നും ഇന്നലെയുമായി ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ. ഇത്ര കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചാവുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ജൂണിലും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാകുകയും താങ്കളടക്കം പരാതി നൽകുകയും ചെയ്തതാണ്. ഇതിലാരൊക്കെയാണ് യഥാർത്ഥ പ്രതികൾ? ഇതിന് ഒന്നാം പ്രതി മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ്.
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് 25 വർഷത്തിലധികമായിട്ട് ഞങ്ങൾ പെരിയാറിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ആളുകളാണ് നമ്മൾ. അതിനകത്ത് ഈ 25 വർഷത്തെ നമ്മളുടെ ഒരു പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങൾ ഇതിനകം നിരവധി വട്ടം പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2004 മുതൽ കൃത്യമായിട്ടുള്ള പരാതികൾ അധികാരികളുടെ മുന്നിൽ വെക്കുന്നുണ്ട്. സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ലോക്കൽ ഏരിയ എൻവയറമെന്റൽ കമ്മിറ്റി പ്രവർത്തിക്കുമ്പോൾ മുതൽ നമ്മൾ ഈ കമ്പനികളിൽ സീറോ ഡിസ്ചാർജ് കൈവരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ ആവശ്യപ്പെടുകയും അത് 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2004 മുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2024 ആകുന്നു. 20 വർഷം പിന്നിട്ടിട്ടും സീറോ ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു തത്വം കൈവരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഇടപെടാനായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറഞ്ഞ സംവിധാനം അങ്ങേയറ്റം അഴിമതി നിറഞ്ഞതാണ്. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ഈ കമ്പനികൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉദാഹരണത്തിൽ നമ്മൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇഷ്യൂ, അതായത് ഈ മെയ് 20-ാം തീയതി നടന്ന സംഭവം, അതിരാവിലെ ഞങ്ങളുടെ 2 പ്രവർത്തകര് വണ്ടിന് മുകളിൽ ഈ വഞ്ചിയിൽ നിരീക്ഷണം നടത്തുമ്പോൾ 4-5 കമ്പനികളിൽ നിന്ന് പെരിയാറിലേക്ക് വിഷജലം ഒഴുക്കുന്നത് കണ്ടെത്തുകയും ആ കണ്ടെത്തിയത് അപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, അവർ വരാൻ വൈകിയതിനെ തുടർന്ന് മഴയത്ത്, നല്ല മഴയുള്ള സമയമാണ് ഈ തിങ്കളാഴ്ച, രാവിലെ ഒരു 10-11 മണിയോടുകൂടി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ നേരിട്ട് ചെന്ന് അവർ പരാതി പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അവിടെ മുകൾ തട്ടിൽ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയിട്ടുണ്ട്, ഉടൻ വന്ന് പരിശോധിക്കണം, സാമ്പിൾ എടുക്കണം എന്ന് പറഞ്ഞെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ, ഈ ഏലൂർ സർവൈലൻസ് സെന്ററിലെ ഉദ്യോഗസ്ഥൻ അത് അവിടെ വരികയോ സാമ്പിൾ എടുക്കുകയോ ചെയ്തില്ല. വൈകുന്നേരത്തോടുകൂടി ഈ വെള്ളം മുഴുവൻ ഒഴുകി വന്ന് ബണ്ടിൽ കെട്ടി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഷട്ടർ പൊക്കുന്നു. അടിത്തട്ടിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാലിന്യങ്ങളും ഒരു കോക്ടെയിൽ രൂപത്തിലായ മാലിന്യം മൊത്തം താഴേക്ക് ഒഴുകി പരക്കുകയുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഭീകരമായ മത്സ്യക്കുരുതി സംഭവിച്ചത്. ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലിനീകരണ നിയന്ത്രണ ബോർഡിനുണ്ട്. സ്വാഭാവികമായിട്ടും ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന ഭരണകൂടത്തിനും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പെരിയാറിന് താഴെ ഏതാണ്ട് ഉൾനാടൻ മത്സ്യമേഖലയിൽ 22,000-ത്തിലധികം രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളുടെ അന്നമാണ് മുട്ടിയത്. വെറുതെ കുറച്ച് കമ്പനികളുടെ മാലിന്യം ഒഴുകിയത് മാത്രമല്ല പ്രശ്നം, അവരുടെ വരുന്ന കുറേ കാലത്തേക്ക് അവരുടെ അന്നം മുട്ടിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇവർക്കൊക്കെ നഷ്ടപരിഹാരം കിട്ടുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. പുരുഷൻ ഏലൂർ, ഇപ്പോൾ മന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചല്ലോ. ഈ പെരിയാറിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു, പരിശോധനാ റിപ്പോർട്ട് വരട്ടെ, ഏത് കമ്പനിയിൽ നിന്നാണ് ഇവിടേക്ക് രാസമാലിന്യം ഒഴുക്കുന്നത് എന്ന പരിശോധന നടത്തും, എന്നിട്ട് ആ കമ്പനിക്കെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ തമാശയായിട്ടല്ലേ തോന്നുന്നത്? അവിടുത്തെ എത്ര കമ്പനികളിൽ ഈ രാസമാലിന്യം അവിടെ തന്നെ അവരുടെ കമ്പനിക്ക് സമീപം തന്നെ നശിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് സ്ഥിരമായി പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്ന രീതി തുടരുന്നത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇന്നും നാളെയും തുടങ്ങിയതല്ല. ഇന്നിപ്പോൾ പി രാജീവിനെതിരെ പരാതി. പക്ഷേ ഏത് സർക്കാർ വന്നാലും ഈ പ്രദേശത്തെ സംവിധാനങ്ങൾ ഈ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അതാത് കാലത്തെ ഭരണാധികാരികൾ ഇവർക്കൊപ്പം നിൽക്കുന്നു. അതല്ലേ സത്യം? തീർച്ചയായിട്ടും. ഇപ്പോ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്നലെ എടുത്ത സാമ്പിള് അങ്ങേയറ്റം അശാസ്ത്രീയമാണ്. കാരണം ഒരു സയന്റിഫിക് പ്രോട്ടോകോൾ പിന്തുടർന്നല്ല അവർ സാമ്പിൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സയന്റിഫിക് പ്രോട്ടോകോൾ പിന്തുടർന്ന് സാമ്പിൾ എടുക്കണമെങ്കിൽ മീൻ ചാകുന്നതിന് തൊട്ടു മുമ്പായിട്ട് മീനുകൾ കളക്ട് ചെയ്ത് ഡീഫ്രീസ് ചെയ്ത് ലാബിലേക്ക് അയക്കണം. എന്നാൽ ചത്ത മീൻ മാത്രമല്ല ചീഞ്ഞ മീനാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ചിട്ടുള്ളത്. ഈ ചീഞ്ഞ മീനിൽ നിന്ന് ഒരു ട്രേസ് മെറ്റലും നമ്മൾക്ക് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ട്രേസ് നമ്മൾ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാമ്പിളിംഗ് അങ്ങേയറ്റം തട്ടിപ്പ് നിറഞ്ഞതാണ്. അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തരും, ഒരു പ്രശ്നവുമില്ല. കാരണം പെരിയാറിൽ ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ ഓക്സിജൻ ശോഷണം സംഭവിച്ചത് കൊണ്ടാണ്
മീനുകൾ ചത്തതെന്ന് പറയും. അതെപ്പോഴും പറയുന്ന ഒരു തിയറിയാണ്. അത് വീണ്ടും പറയും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ കളക്ടർ വിളിച്ച യോഗത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മുകൾ തട്ടിലെ ജലം താഴെ തട്ടിലെ ഒരു വെള്ളവുമായി കലരുമ്പോൾ അത് വെള്ളത്തിലെ ഓക്സിജൻ കുറയുന്നു. അങ്ങനെ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടാണ് മീൻ ചാകുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിയറി കേൾക്കുന്നത് തന്നെ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിനു മുമ്പും പുതിയ തിയറികൾ പറഞ്ഞിട്ടുണ്ട്. അത് പെരിയാർ ചുവന്നൊഴുകുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞത്, അന്നത്തെ ചെയർമാനായുള്ള ജയപ്രസാദ് പറഞ്ഞത്, പെരിയാറിന്റെ അടിത്തട്ട് ഇളകുന്നത് കൊണ്ടാണ് പെരിയാർ ചുവന്നൊഴുകുന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. അതേ വാദഗതി തന്നെയാണ് ഇത്രയും ഭീകരമായ ഒരു മത്സ്യക്കുരുതി ഉണ്ടായപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ വരുന്നത്. ഒരു വെള്ളം നല്ല വെള്ളവുമായി കലരുമ്പോൾ ഓക്സിജൻ ശോഷണം സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പുതിയൊരു തിയറിയാണ്. അതിന് നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതാണ്. പുരുഷനേരിലേക്ക് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഈ പ്രശ്നം മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ കർഷകരുടെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ 91% പേരും വെള്ളം കുടിക്കുന്നത് ഈ പെരിയാറിലെ വെള്ളമാണ്. പെരിയാറിലെ വെള്ളം ഈ രൂപത്തിൽ തന്നെയാണോ ഈ നഗരത്തിലേക്കും എറണാകുളത്തെ പരിസര പ്രദേശങ്ങളിലേക്കും ഒക്കെ എത്തുന്നതെന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ടിന് മുകളിൽ നിന്ന് 3 കിലോമീറ്റർ അക്കരെയാണ് നമ്മളുടെ മുകളിലാണ് മുപ്പത്തടം കുടിവെള്ള പ്ലാന്റ് ഉള്ളത്. ഈ മുപ്പത്തടം കുടിവെള്ള പ്ലാന്റിലേക്ക് 3 കിലോമീറ്റർ വെള്ളത്തിന് സഞ്ചരിക്കാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ ഈ വിഷമയമായ കുടിവെള്ളം മുപ്പത്തടം പ്ലാന്റിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. മുപ്പത്തടത്തിൽ നിന്നും വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ വളരെ മാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്, സംസ്ഥാന ഭരണകൂടത്തിനുണ്ട്. അതവർ ഉറപ്പുവരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്, ജീവന്റെ പ്രശ്നമാണ്, ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നമാണ്. ഇത് നിസ്സാരമായിട്ട് കണ്ടുകൂടാ. ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ട്. നമ്മൾ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളുടെ കണക്കോ മത്സ്യങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് മത്സ്യങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചുമാണെന്ന് മാത്രമാണ് നമ്മൾ ആശങ്കകൾ പങ്കുവച്ചത്. എന്നാൽ നമ്മുടെ കണ്ണിന് നേരെ കാണാത്ത സൂക്ഷ്മജീവികൾ, അതായത് ഒരു പെരിയാറിന്റെ അല്ലെങ്കിൽ നദിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സൂക്ഷ്മജീവികളായിട്ടുള്ള സുവോ പ്ലാങ്ടൺ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ടൺ എന്ന് പറയുന്ന പ്രാഥമിക ഉൽപാദകർ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പെരിയാറിന്റെ ജീവന്റെ നിലനിൽപ്പുണ്ടാവുള്ളൂ. ഈ സൂക്ഷ്മജീവികൾ ഒന്നാകെ ഈ വിഷപ്രവാഹത്തിൽ ഇല്ലാതെയായിട്ടുണ്ട്. അത്തരം ഒരു ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കപ്പെടണമെങ്കിൽ തന്നെ എത്രയോ കാലമെടുക്കും. അതുകൊണ്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ശാസ്ത്ര സ്ഥാപനങ്ങളെയും, കുസാറ്റിനെ, കുഫോസിനെ, CMFRIനെ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെയും NIOനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവുകയും ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരിയാർ റിവൈവ് ചെയ്യാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിൻ്റെയാണ് റിപ്പോർട്ട് ഉണ്ടാവേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ അബീഷ്, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കുസാറ്റിനെ സംബന്ധിച്ച് ഇതിന് ഒരു പഠനം നടത്തിയിരിക്കുമല്ലോ. ഈ പെരിയാറുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ മലിനീകരണം നടക്കുന്നു, അതിനെങ്ങനെയൊക്കെ ഒത്താശ ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളടക്കമുള്ളവർ പരിശോധിച്ചിട്ടുണ്ടാകും. എന്താണ് ഒരു ശാസ്ത്രീയമായ പരിഹാരമായിട്ട് താങ്കളടക്കമുള്ളവർ കാണുന്നത്? തീർച്ചയായും പെരിയാറിൽ ഇത് ഈ അടുത്തിടെ നടത്തിയ പഠനങ്ങളൊന്നുമല്ല. വർഷങ്ങളായിട്ട് പെരിയാറിൽ ഇത്തരം ധാരാളം പഠനങ്ങൾ കുസാറ്റ് മാത്രമല്ല മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും, അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ വരെ ഇത്തരം പഠനങ്ങൾ, അതായത് ഒരു പൊല്യൂഷൻ പ്രോൺ ഏരിയ എന്നുള്ള നിലയിൽ ഏലൂരും പെരിയാറിൻ്റെ തീരങ്ങളുമൊക്കെ പഠനത്തിന് വിധേയമായിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെ പൊല്യൂട്ടൻസ് ആണ് ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് കൃത്യമായിട്ടുള്ള പഠനത്തിനുള്ള ഫോളോ അപ്പ് നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ വിഷമകരമായ കാര്യമാണ്. അപ്പം ബഹുമാനപ്പെട്ട പുരുഷൻ ഏലൂർ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ പെരിയാർ മാത്രമല്ല, ഇപ്പം നമ്മൾക്ക് പെരിയാർ ഇപ്പോൾ ഒരു സംഭവം നടന്നതുകൊണ്ട് നമ്മൾ പെരിയാറിനെ എടുത്ത് കാണിക്കുന്നു. മറ്റ് എല്ലാ നദികളും, ഒരുപക്ഷെ നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ കുളങ്ങളോ നമ്മുടെ കിണറുകളോ ഒക്കെ വാട്ടർ ബോഡീസ് എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ നല്ല രീതിയിൽ പൊല്യൂട്ടഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്തരം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെന്നാൽ അറിയാം, ഉള്ള അരുവികൾ എല്ലാം സ്റ്റാഗ്നൻ്റ് ആണ്. അത് മൂവിങ് ഇല്ലാതെ തന്നെ വേസ്റ്റ് ഡംപ് ചെയ്ത് ആകെ ഒരു
എന്താ പറയുക ഒരു വേസ്റ്റ് ഡംപിങ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് സത്യത്തിൽ അത് അവിടെ ആ ഒരു ഏരിയയിൽ മാത്രം ഒരു പ്രശ്നം ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുമ്പോൾ നേരെ മറിച്ച് പെരിയാർ പോലുള്ള വലിയ നദികൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റ് 44 നദികളും ഈ രീതിയിൽ പൊല്യൂട്ടഡ് ആണ്. അപ്പം അത് മുഴുവനായും ഒരു സമൂലമായിട്ടുള്ള ഒരു പഠനത്തിന് വിധേയമാകേണ്ടതുണ്ട്, അത് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പെരിയാർ മാത്രമായിട്ടല്ല ശരിക്കും സത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു പഠനം ഉണ്ടാവേണ്ടത്. ഓഫ് കോഴ്സ് ഇൻഡിവിജ്വലായിട്ട് തന്നെ പഠനം ഉണ്ടാവണം, പക്ഷേ അത്തരത്തിലുള്ള വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം നമുക്ക് ഒരു നല്ല രീതിയിൽ ഈ നദികളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു തുടക്കമാണ്. കാരണം ഈ ഫാക്ടറികളിൽ നിന്നുള്ള ഡിസ്ചാർജ് മാത്രമല്ല ഇതിനൊരു കാരണമായിട്ട് എടുത്ത് കാണിക്കാനുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. വലിയ രീതിയിൽ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ ബോഡീസിലുണ്ടാകുന്ന മാറ്റം, പ്രത്യേകിച്ചും ഈ മത്സ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ പെട്ടെന്നുണ്ടാകുന്ന ഈ ടെമ്പറേച്ചർ വേരിയേഷൻസ് നമുക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ മത്സ്യങ്ങൾ ഒരു പക്ഷേ അത് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു അക്വേറിയത്തിനകത്ത് ഒരു മീൻ ഒരു നമ്മുടെ ഒരു അലങ്കാര മത്സ്യത്തെ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ കൊണ്ടുവന്ന ആ പ്ലാസ്റ്റിക് ബാഗിലെ വെള്ളത്തിൽ നിന്നും അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കുറേ നേരം ആ വെള്ളത്തിൽ വെച്ച് ആ ടെമ്പറേച്ചറോ അതിൻ്റെ pH ഒക്കെ കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ അത് ചുമ്മാ മീനെ പിടിച്ച് നമുക്ക് അടുത്തതിലേക്ക് ഇടാൻ പറ്റുക. കാരണം അത്രമാത്രം സെൻസിറ്റീവ് ആണത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾക്ക് തന്നെ ഈ ടെമ്പറേച്ചർ കഴിഞ്ഞ കുറേ നാളുകൾ വളരെ ഹയർ ടെമ്പറേച്ചറായിരുന്നു നമ്മുടെ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലോ ഒക്കെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 3 ഡിഗ്രിയോളം കുറവ് പെട്ടെന്ന് വന്നിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നതും ഓഫ് കോഴ്സ് ഡിസ്ചാർജ് വലിയൊരു കാരണം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയും ചില കാരണങ്ങൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാരണങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് തീർച്ചയായും അത്ര എല്ലാ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു പഠനം എല്ലാ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലുള്ള മറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കൈകോർത്തുകൊണ്ട് അവിടെയുള്ള അക്വാട്ടിക് ബയോളജി ഫിഷറീസും എല്ലാ എൻവയോൺമെൻറ്റ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം കൈകോർത്തുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ വാട്ടർ ബോഡീസിലും ഇത്തരം പഠനം സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പ്രശ്നം പെരിയാറിൽ ഇന്നോ നാളെയോ അത് പരിഹരിക്കപ്പെടും. പക്ഷേ പിന്നീട് അടുത്തൊരു ദുരന്തത്തിനായി നമുക്ക് ഉടൻ തന്നെ കാത്തിരിക്കേണ്ടി വരും. കാരണം നേരത്തെ പോലെ 1998 സംഭവിച്ചതിന് ശേഷം 1-2 വർഷങ്ങൾ കഴിഞ്ഞ് പെരിയാറിൽ സംഭവിക്കുന്ന ഒരു രീതിയല്ല. ഒരുപക്ഷെ പെരിയാറിൽ ഒരു വർഷം തന്നെ ധാരാളം ടൈം സംഭവിച്ചു എന്ന് വരാം. പിന്നെ വലിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് അവിടെ ഇപ്പോൾ ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ മാത്രമല്ല അനുഭവിക്കാൻ പോകുന്നത്, ഇതിനകത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി ആ മത്സ്യങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്നു, അത് ഭക്ഷിക്കുന്ന മറ്റ് ജീവികൾ. ഇന്ന് ഏതോ ഒരു പേപ്പറിൽ ഒരു പൂച്ച അത് കടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. അപ്പം മറ്റുള്ള ട്രോഫിക് ലെവലിലേക്കും മറ്റ് ജീവികളിലേക്കും ഇതിൻ്റെ ശരീരത്തിലുള്ള രാസമാലിന്യങ്ങൾ അല്ലെങ്കിൽ വിഷകരമായ രാസമാലിന്യങ്ങൾ പരക്കുകയാണ്. അതിന് ബയോമാഗ്നിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ബയോമാഗ്നിഫിക്കേഷൻ നമുക്ക് പണ്ട് DDTയുടെ ഒക്കെ എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ കീടങ്ങളെ കൊല്ലാൻ വേണ്ടി DDT ഉപയോഗിക്കുകയോ ആ കീടങ്ങൾ ശരീരത്തിൽ കടക്കുകയോ ആ കീടങ്ങൾ മരിക്കുകയോ അല്ലെങ്കിൽ ആ കീടങ്ങളെ ഭക്ഷിക്കുന്ന മറ്റ് ജീവികളിലേക്ക് അത് കടക്കുകയോ അത് അവസാനം മനുഷ്യരിൽ വരെ എത്തിച്ചേരുന്ന ഒരവസ്ഥ ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അത് സംഭവിക്കുകയും അതിനുശേഷം അത് DDT നിരോധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഇവിടെയും അത് സംഭവിക്കാം. ഇതോടെ ആ പ്രശ്നം തീരുവല്ല, ഇത് വീണ്ടും അടുത്തടുത്ത ട്രോഫിക് ലെവലിലേക്ക് വീണ്ടും പകർന്നുകൊണ്ടൊരു പക്ഷേ മനുഷ്യരിലേക്ക് വരെ നാളെ അത് എത്തിച്ചേരാൻ ഈ വിഷകരമായ മാലിന്യങ്ങൾ മനുഷ്യരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ശരി, ശ്രീ പുരുഷനല്ലൂർ, ഇപ്പോൾ PCB ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് താങ്കൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ കാലങ്ങളായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഈ കമ്പനികൾക്ക് കൂട്ടുനിന്നുകൊണ്ട് അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകുന്നു. മറിച്ച് റിപ്പോർട്ട് നൽകുന്നവരെ ഉപദ്രവിക്കുന്ന രീതി പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരാണോ അതോ കാലങ്ങളായി അത് തുടരുകയാണ്? പുതുതായി വന്ന ഉദ്യോഗസ്ഥരും ആ രൂപത്തിലേക്ക് തന്നെ മാറുന്നു എന്നാണോ കണ്ടെത്തേണ്ടത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ പൊതുവെ ഉയർന്ന ഉദ്യോഗസ്ഥരല്ല, ഇപ്പോൾ ചെയർമാൻ്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഈ കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നല്ലൊരു കാര്യങ്ങൾ ചെയ്താൽ
അയാൾക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കുന്ന സംഭവം ഏലൂരിലുണ്ടായിട്ടുണ്ട്. ത്രിദീപ് കുമാർ എന്ന് പറയുന്ന ഒരു എൻവയറമെന്റൽ എഞ്ചിനീയർ പെരിയാർ ചുവന്നൊഴുകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട്, അത് ഏത് കമ്പനിയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. CMRL എന്ന് പറഞ്ഞ കമ്പനിയാണ് ചുവന്ന കളർ ഉണ്ടാക്കുന്നത്, പെരിയാർ മലിനീകരിക്കുന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ അന്നത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ പോലീസിൽ പരാതി കൊടുക്കുകയുണ്ടായി. തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഒരു കമ്പനിക്കെതിരെ കൃത്യമായ ഒരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് ഉണ്ടാക്കിയതിന്റെ പേരിൽ അയാൾക്കെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ തന്നെ പരാതി കൊടുത്തൊരു സംഭവം ഉണ്ടായി. അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ സംവിധാനമാണ്. ആ അഴിമതി നിറഞ്ഞ സംവിധാനത്തോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതിനോട് ജോലി ചെയ്തു പോകാൻ കഴിയുന്ന. മറ്റുള്ളവരെല്ലാം തന്നെ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇതുപോലെ കേസിൽപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ഒരു തരം കാറ്റലിസ്റ്റ് പോലെ പരുവപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കൂട്ടക്കുരുതികൾ, മത്സ്യക്കൂട്ടക്കുരുതികൾ ആവർത്തിക്കപ്പെടുന്നുള്ള വസ്തുത. ഈ വർഷം മാത്രം 9 തവണയാണ് മത്സ്യം ചത്തുപൊങ്ങിയത്. 9ാമത്തെ തവണയാണ് ഈ മെയ് 20-ാം തീയതി മത്സ്യം ചത്തുപൊങ്ങിയെന്ന് ഓർക്കണം. കൂടാതെ 8 പ്രാവശ്യം പെരിയാർ കറുത്തൊഴുകി, 2 പ്രാവശ്യം പെരിയാർ വെളുത്തൊഴുകി എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൊടും വിഷങ്ങളാണെന്ന് ഓർക്കണം. അതിനകത്ത് കൊടും വിഷം തള്ളുന്നതിൽ പൊതുമേഖലയെന്നോ സ്വകാര്യ മേഖലയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും പെരിയാറിനെ തങ്ങളുടെ വിഷമൊഴുക്കാനുള്ള കാനയായി കാണുന്നുള്ളതാണ്. അതിന് അറുതി വരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരാണ്. അത് കൈകാര്യം ചെയ്യുന്ന പരിസ്ഥിതി വകുപ്പിനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. വളരെ ഗുരുതരമായ വിഷയമാണ്. മത്സ്യത്തൊഴിലാളി ബെന്നി കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ബെന്നി, ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ചു, അതിശക്തമായി തന്നെ പ്രതികരിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഓഫീസിന് മുന്നിൽ ചീഞ്ഞ മത്സ്യം അവിടേക്ക് എറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. നിങ്ങളവിടെ ഉദ്യോഗസ്ഥരെ ഖരാവോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ അവരുടെ നേതൃത്വത്തിൽ. എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള സാഹചര്യം? എങ്ങനെയാണ് നിങ്ങൾ ഇനി പ്രതിഷേധം തുടരാനിരിക്കുന്നത്? വലിയ രൂപത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്, വലിയ കണക്കുകളാണ് ഇപ്പോൾ അറിയാനാകുന്നത്. കോടിക്കണക്കിന് നഷ്ടമുണ്ടായിട്ടുണ്ട് അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം 20-ാം തീയതി 9 മണിയായപ്പോഴാണ് ഞങ്ങളുടെ പരിസരത്ത്, വരാപ്പുഴ പരിസരത്ത് മീൻ ചത്തിട്ടില്ല, വായു വലിക്കും മുകളിൽ വന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പാതാളം മണ്ട് തുറന്നു വിടണമാണ്. സാധാരണ ഈ 10, 30, 40 വർഷമായിട്ട് പാതാളം മണ്ട് തുറന്നു വിടണതാണ്. മീനും ചെറുതായ പ്രശ്നങ്ങൾ ഈ കാണുന്ന പോലെ വായു വലിക്കാതെ ശ്വാസം കിട്ടാതെ ഒക്കെ വരാറുണ്ട്. അത് പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഓടിപ്പോവും. ഇതാണ് സാധാരണ നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല. പാതാളം മണ്ട് തുറന്നിക്കണമെന്ന് കമ്പനികൾക്ക് അറിവ് കൊടുക്കുകയും ആ കമ്പനിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക്, വിഷവെള്ളം അല്ലാതെ വേറൊന്നുമല്ല, വിഷവെള്ളം പുറത്തോട്ട് വിടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മീനുകൾ ചത്തുപോയത്. ഇതുപോലൊരവസ്ഥ ഇരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ അനുഭവത്തിൽ. ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിട്ട് 50 കൊല്ലമായി, 50 വർഷമായിട്ട് മത്സ്യം പിടിച്ചുകൊണ്ട് ജീവിക്കണം. ഞങ്ങളുടെയൊക്കെ വീടുണ്ടല്ലോ ഇപ്പം മരിച്ച വീടിന് തുല്യമാണ്. ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല. മത്സ്യത്തൊഴിലാളികൾ ഇന്ന് സമരത്തിന് അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് 10% ഉള്ളു. എന്താണെന്നറിയാമോ? ഇതേപോലെ നിരവധി സമരങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു ഗുണവും ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ മാനസികമായിട്ട് തളർന്ന ശരീരം മരവിച്ച മനസ്സുമായിട്ട് മത്സ്യത്തൊഴിലാളി വരാതിരുന്നാണെന്ന്. അതാണ് അവസ്ഥ. അവരുടെയൊക്കെ വീടുകളിലെ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ പോലെ ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വെള്ളം കടലിലോട്ട് പോയിരിക്കുമ്പോൾ ഒരാൾ പറയാനുണ്ടായി, മീനെ മുട്ടയിട്ടിട്ട് വളർന്ന് വലുതായിട്ടാണ് മീൻ പുഴയിൽ വന്നത്, അല്ലാതെ മുകളിൽ നിന്ന് വീണിട്ടല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ തരത്തിലൊക്കെ സംസാരിക്കണ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്. ഇതിക്ക് മുമ്പ് CPM-ന്റെ ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരാള് ഒരു 5-6 വർഷം മുമ്പ് ചാനലിൽ എന്ന് പറഞ്ഞ്, ഞാൻ CPM-നെ എടുത്ത് മോശമായിട്ട് പറഞ്ഞതല്ല, അയാളെ ഗോപിനാഥ് അറിയാൻ പറ്റും, CH-ന്റെ നേതാവാണ്. വ്യവസായ മേഖലയിൽ, ഏലൂർ വ്യവസായ മേഖലയിൽ നിന്ന് വെള്ളം വിട്ടിട്ട് മീൻ ചാകണില്ല. ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഈ തരത്തിലുള്ള സംസാരം ശരിയല്ല. അത് പാർട്ടിക്ക് വരെ ദോഷമാണ്, ഞങ്ങൾക്ക് മാത്രമല്ല. പാർട്ടിയെ കുറിച്ച് തന്നെ പറയാനല്ല ഞാനിപ്പോ സംസാരിക്കണത്. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ നിരവധി കമ്പനികൾക്ക് വിഷവെള്ളം പുറത്തോട്ട് വിടാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ശുദ്ധീകരിച്ച് വിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. വെള്ളം പുറത്തോട്ട് വിടാനുള്ള അനുവാദം കൊടുക്കുമ്പോൾ അവരെന്ത് വെള്ളമാണ് വിടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞങ്ങളുടെ ആവശ്യം ഈ അനുവാദം കൊടുത്തത് റദ്ദ് ചെയ്യണം. അതുപോലെ തന്നെ ആ പൈപ്പുകൾ റിമൂവ് ചെയ്യണം, ആ പൈപ്പ് എടുത്ത് മാറ്റണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ.
ഇന്ന് ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസറോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നടക്കൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട്, ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ. അതുകൊണ്ട് ഇതിന്റെ മേലധികാരിയായ കളക്ടറിന് വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് പൈപ്പ് എടുത്തു കളയുകയും പക്ഷെ വെള്ളം വിടാനുള്ള അനുവാദം കൊടുത്ത് റദ്ദ് ചെയ്യുകയും ചെയ്യണം. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടെങ്കിലും അത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ അവസ്ഥ അതാണ്. വലിയ വിഷയം തന്നെയാണ്. പറഞ്ഞോളൂ. അതുപോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ കുടുംബത്തില് പറയുമ്പോ എനിക്ക് ഭാര്യയും 2-3 പെൺമക്കളുള്ളതാണ്. വേഗ ആശ്രയമാണ് ഞാൻ. മീൻ പിടിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. ഞങ്ങൾ ചാവേറാകണോ? ഇതിന്റെ അകത്ത് മുഖ്യമന്ത്രി ഇടപെടണം. ഇത് 2012 പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളെ മുഖ്യമന്ത്രി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തരത്തിലുള്ള സഹായം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇത് ഒരാഴ്ച കൊണ്ട് കടലിലോട്ട് ഒഴുകി പോകുമ്പോൾ തീരുന്ന ഒരു പ്രശ്നമായിട്ട് കാണല്ലേ. ഇത് മനഃപൂർവ്വം ഇരുന്ന് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞ പോലെ ആയി പോകും. അത് ഓരോ കുടുംബത്തിന്റെ മുമ്പിലും മീൻ ചത്ത് കിടന്നിട്ടേ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണില്ല. പ്രദേശവാസിയാണ് ഞാനും, തീരദേശവാസിയാണ് ഞാനും. അത് എനിക്ക് മാത്രമല്ല, അത് ആ പരിസരമായിട്ട് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലവും P രാജീവ് സാറിന്റെ മണ്ഡലവുമാണ് ഇത് അനുഭവിക്കുന്നത്. ഇവര് രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇതിക്ക് മുമ്പും സാമ്പിൾ എടുത്ത് പരിശോധിക്കും എന്ന് പറഞ്ഞേക്കണം. ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ടേ 100 ഒന്നുമല്ല, 150 ഒന്നുമല്ല, അതിൽ കൂടുതൽ സാമ്പിൾ പരിശോധിക്കണുണ്ട്. ഞങ്ങൾ അതിന്റെ കൂടെ പോയി വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഉണ്ടല്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പറഞ്ഞെന്താണ്, ഓക്സിജൻ ഇല്ലെന്നുള്ള ഒരു പുതിയ പേര്. വിഷം വെള്ളം വിട്ടേച്ച് ഓക്സിജൻ ഇല്ലെന്ന് പറയാൻ അത് കേട്ടുകൊണ്ട് ചാനലുകൾ വിളിച്ചു പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലാത്തത്. വിഷവെള്ളം വിട്ട് എന്ന് പറയാത്ത എന്താണ്? ഓക്സിജൻ കിട്ടണില്ല. വിഷവെള്ളം വിട്ടിട്ടല്ലേ ഓക്സിജൻ കിട്ടാത്തത്. അത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആ തരത്തിൽ പറയുന്നത്? ഞങ്ങളെ അപമാനിക്കണം. ഞങ്ങൾ വിഷവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറിയിൽ നിന്നുള്ള വെള്ളം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പല ചാനലുകളും ആ തരത്തിൽ വർത്താനം പറയണം. ഓക്സിജന്റെ വിഷയമാണെന്നാണ് പറയണത്. ഓക്സിജന്റെ വിഷയം കൊണ്ടാണെന്ന് പറയുമ്പോൾ വിഷം വന്നിട്ടാണ്. ഇത് കമ്പനിയിൽ നിന്ന് വിഷവെള്ളം വിട്ട് ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അതിനെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വേറൊരു തരത്തിൽ സംസാരിച്ച് പഠിക്കല്ലേ എന്നാണ് പറയാനുള്ളത്. ഈ വൈകാരികമായ പ്രതികരണം സ്വന്തം ജീവിതാവസ്ഥയിൽ നിന്നാണ് ബെന്നിൽ എന്ന മത്സ്യത്തൊഴിലാളിയുടെ പ്രതികരണം കേട്ടത്. വളരെ നന്ദി ശ്രീ ബെന്നി പുരുഷന്നേരൂർ. ഡോക്ടർ അബേഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.